നേപ്പാൾ അതിർത്തിയിലൂടെ 3 ഭീകരർ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയതായി രഹസ്യാന്വേഷണ വിഭാഗം. സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാക് പൗരന്മാരായ 3 പേരാണ് നുഴഞ്ഞു കയറിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകാൻ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്യുന്നതായും ഏജൻസികൾ അറിയിച്ചു. പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലനം ലഭിച്ച 3 ഭീകരർ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. റാവൽപിണ്ടി സ്വദേശി ഹസ്നൈൻ അലി, ഉമർകോട്ട് സ്വദേശി ആദിൽ ഹുസൈൻ, ബഹവൽപൂരിൽ നിന്നുള്ള മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് അതിർത്തി കടന്നെത്തിയത്. ഇവരുടെ ഫോട്ടോയും പാസ്പോർട്ട് വിവരങ്ങളും ബീഹാർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 2-ാം വാരം കാഠ്മണ്ഡുവിലെത്തിയ ഭീകരർ കഴിഞ്ഞയാഴ്ചയാണ് അതിർത്തി കടന്ന് ബീഹാറിലെത്തിയത്. റിപ്പോർട്ടിനെ തുടർന്ന് ബീഹാറിലും സമീപ സംസ്ഥാനങ്ങളിലും പരിശോധന ശക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ബീഹാറിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ ഭീകര സംഘടനകളും പാക് ചാര സംഘടനയായ ISIയും ആസൂത്രണം നടത്തുന്നതായും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബഹവൽപൂരിൽ ഉൾപ്പെടെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിൽ അടിച്ചു തകർത്തിരുന്നു. ജനം, ഡൽഹി.